ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മരിയൻ ധ്യാനം 137. ലുത്തിനിയായെക്കുറിച്ചുള്ള നമ്മുടെ ധ്യാനം 50. 40 ലുത്തിനിയായിൽ, തിരുവചന ജപമാലയിൽ ലുത്തിനിയായിൽ 47 വന്ദകന്മാരുടെ രാജ്ഞി, ക്വീൻ ഓഫ് കൺഫസേഴ്സ്, റെജീന കോൺഫസോരും. വന്ദകന്മാർ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് മുഴുവൻ മനസ്സിലാകുമോ എന്ന് അറിഞ്ഞുകൂടാ. ഇപ്പം നമ്മൾ അപ്പോളജറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് ക്രിസ്ത്യാനികളെ കത്തോലിക്ക സഭയെ ആക്രമിക്കുന്നവരോട് സംവാദത്തിൽ ഏർപ്പെടാനും സത്യം പ്രഘോഷിക്കാനും വിശ്വാസം സമർത്ഥിക്കാനും വിശ്വാസം സംരക്ഷിക്കാനും വലിയൊരു ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോളജറ്റിക്സ് എന്നാണ് അവർ പറയുക. വിശ്വാസ സമർത്ഥകർ, വിശ്വാസ സംരക്ഷകർ. വളരെ ഗംഭീരമാണ് അവരുടെ പ്രവർത്തനങ്ങൾ. ഇസ്ലാമിനോടാണെങ്കിലും അതുപോലെ നിരീശ്വരന്മാർ, യുക്തിവാദികൾ, അവരുമായിട്ടുള്ള സംവാദങ്ങളിൽ വിശ്വാസം സമർത്ഥിക്കാനും സംരക്ഷിക്കാനും ക്രിസ്ത്യാനികളും കത്തോലിക്കരുമായിട്ടുള്ള ഒരു വലിയ ഗ്രൂപ്പ്, അത് വിശ്വാസ സമർത്ഥകർ, അവരുടെ രാജ്ഞി അതാണ് ഈ വന്ദകന്മാർ എന്ന് പറഞ്ഞാൽ. ഈ അപ്പോളജറ്റിക്സ് എന്ന് പറഞ്ഞാൽ വിശ്വാസ സമർത്ഥകരുടെ, വിശ്വാസ സംരക്ഷകരുടെ രാജ്ഞിയാണ് മറിയം. അപ്പോൾ അവർക്ക് വേണ്ടി അല്ലേ അവരും പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടി ദൈവത്തെ സ്തുതിക്കുകയാണ് ഇങ്ങനെ ഒരു രാജ്ഞിയെ നമുക്ക് നൽകിയതിന്. ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് എന്താണ് ഈ മറിയത്തെ വന്ദകന്മാരുടെ രാജ്ഞിയായിട്ട്, ഈ വിശ്വാസ സമർത്ഥകരുടെ, വിശ്വാസ സംരക്ഷകരുടെ രാജ്ഞിയായിട്ട് മറിയത്തെ വെക്കാൻ എന്താ കാരണം? ഈ മംഗളവാർത്തയുടെ സമയത്ത് ഗബ്രിയേൽ മാലാഖയുടെ സന്ദേശം കേട്ട് സക്കറിയാസ് എന്ന പുരോഹിതൻ പരിഭ്രമിക്കുകയും ഭയപരവശനാവുകയും പിന്നെ സംശയിക്കുകയും ചെയ്തു. സംശയിച്ചു. നീ എൻ്റെ വാക്ക് സംശയിച്ചത് കൊണ്ട് എന്ന് തന്നെ ഗബ്രിയേൽ മാലാഖ പറയുന്നുണ്ട് 1:20. അപ്പോൾ പരിഭ്രമിക്കുകയും ഭയപ്പെടുകയും മാത്രമല്ല, ലൂക്കാസ് 1:12 അവിശ്വസിച്ചു അവിടെ എഴുതിയിട്ടുണ്ട്. മാനസികമായ വിക്ഷുബ്ധതയും ആശയക്കുഴപ്പവും സംശയവുമെല്ലാം സഖറിയാസിന്റെ മനസ്സിനെ കീഴടക്കി. മറിയം അസ്വസ്ഥയായി, ചെറിയ പരിഭ്രമവും പരവേശമൊക്കെ ഉണ്ടായി. ലൂക്കാസ് 1:29. എന്നാൽ അവൾ മാലാഖയുടെ വാക്കുകൾ സംശയിച്ചില്ല. ആ നിമിഷത്തിൽ തന്നെ പറയാണ്, ഈ മറിയം ആന്തരിക വിചാരണപൂർണയായി അകമേ ചിന്തിച്ചു. ഈ വാക്കുകൾ അർത്ഥം എന്തെന്ന് അകമേ ചിന്തിച്ചു. അകമേ അസ്വസ്ഥതയും സംശയവുമാണ് സക്കറിയാസ് എന്ന പുരോഹിതനുണ്ടായത്. മറിയം എന്ന പെൺകുട്ടിക്ക് സംശയമല്ല, ഒരു അസ്വസ്ഥതയുണ്ടായി. എന്താണ് ഇങ്ങനെ പറയുന്നതിനൊക്കെ അർത്ഥം? എന്താ ഇങ്ങനെ പറയണേ? അതിൻ്റെ അർത്ഥം അസ്വസ്ഥതയുണ്ടായി. പക്ഷെ അവൾ അകമേ ചിന്തിച്ചു. ലൂക്കാസ് 1:29. അവൾ ധീരയാണ്, സംശയമില്ല, സന്ദേഹമില്ല. പക്ഷേ അസ്വസ്ഥതയാണെങ്കിലും അസ്വസ്ഥത ഉണ്ടാകാമല്ലോ, ആർക്കും ഉണ്ടാകാം, പേടിയുണ്ടാകാം. പക്ഷേ പേടി എന്ന് വിചാരിച്ചിട്ട് ഒളിച്ചോടുകയോ സംശയിക്കുകയോ ഒന്നുമല്ല ചെയ്തത്, മറിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇതെങ്ങനെ സംഭവിക്കും? ഇത് സംഭവിക്കുമോ എന്നല്ല ചോദിച്ചത്. സംഭവിക്കുന്ന കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. പക്ഷെ എങ്ങനെയാണ് സംഭവിക്കുന്ന കാര്യത്തിൽ ഉത്തരം കിട്ടണം, ഒരു വിശദീകരണം കിട്ടണം. ഭയങ്കര ധീരതയല്ലത്. ഗബ്രിയേൽ മാലാഖയുടെ പറയണേ, ഇത് എങ്ങനെ സംഭവിക്കും? ഞാനൊരു പുരുഷനെ അറിയുന്നില്ലല്ലോ, ഞാനൊരു പുരുഷനും അറിയുന്നില്ല. അപ്പം അതുകൊണ്ട് എങ്ങനെ സംഭവിക്കുന്ന കാര്യം എനിക്ക് പറയണം. സംഭവിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. ദൈവം പറഞ്ഞ കാര്യമല്ലേ, സംഭവിക്കും. പക്ഷെ അതെങ്ങനെയാണ് സംഭവിക്കുന്ന കാര്യത്തിൽ എനിക്കൊരു വിശദീകരണം വേണം. എന്തൊരു ധീരമായ ചോദ്യമാണത്. ഈ മഹാത്ഭുതം എങ്ങനെയാണ് സംഭവിക്കുക? ഗബ്രിയേൽ മാലാഖ അതിന് വിശദീകരണം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അല്ലേ, പരിശുദ്ധാത്മാവിന്റെ മേൽ വരും, മത്തവന്റെ മേൽ നിഴലിടും എന്നൊക്കെ പറഞ്ഞ് പോകുകയാണ്. ഈ ധീരത, മറിയം ചോദിച്ച ധീരത, അത് വെളിപ്പെടുകയാണ് കുരിശിന് താഴെ അവൾ നിൽക്കുമ്പോൾ. കുരിശിന് താഴെ ഈ യോഹന്നാനൊക്കെ മറ്റ് ശിഷ്യന്മാരൊക്കെ പോയി. കുറച്ച് സ്ത്രീകൾ, ആ സ്ത്രീകൾക്ക് നേതൃത്വം കൊടുത്ത് പരിശുദ്ധ കന്യകാമറിയം, തൻ്റെ മകനാണ് അവിടെ കൊല്ലപ്പെടുന്നത്. അതിന് മുമ്പിൽ നിൽക്കുകയാണ് ഈ മറിയം. എന്തുമാത്രം വിശ്വാസത്തിൻ്റെ ധീരത വേണം അത് അങ്ങനെ നിൽക്കാനായിട്ട്. തൻ്റെ ഏക മകനെ കുരിശിലേറ്റുന്ന ആ രംഗത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് മറിയം നിൽക്കണമെങ്കിൽ നമ്മുടെ അമ്മമാർക്ക് ആർക്കത് അങ്ങനെ നിൽക്കാൻ പറ്റും? അപ്പം എന്തുമാത്രം അതായത് അബ്രഹാം ഇസഹാക്കിനെ ബലി കഴിക്കാൻ കൊണ്ടുപോയി അവനെ ബന്ധിച്ച് ബലിപീഠത്തിൽ കിടത്തിയല്ലോ, കത്തിയെടുത്തില്ലേ? അതുപോലെ ഒരു വേദനയല്ലേ ഈ അമ്മ, ഈ സ്ത്രീ, മറിയം എന്ന അമ്മ. അവിടെ അബ്രഹാമിന്റെ ഏക മകൻ ഇസഹാക്കിനെ മരണത്തിൽ മാറ്റി നിർത്തിയ ദൈവം മറിയത്തിന്റെ മകനെ മാറ്റി നിർത്തുന്നില്ല. ഒരു മാലാഖയും അയച്ചിട്ട് കുരിശിൽ നിന്നും കർത്താവിനെ വിടുവിക്കുന്നില്ല. മരണത്തിൽ നിന്ന് മാറ്റി നിർത്തുകയല്ല, മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച്. പക്ഷെ അതൊക്കെ മരണത്തിൽ നിന്ന് ഉയർപ്പിക്കെന്ന് പറഞ്ഞാലും മരിക്കുന്നത് കാണണ്ടേ? ഈ മരിച്ചവരുടെ താവളത്തിലേക്ക് അവൻ പോകുന്നത്, ആ കബറടക്കം കാണണ്ടേ?
എന്തുമാത്രം വിശ്വാസത്തിൻ്റെ ആഴപ്പെടൽ വേണം മറിയത്തിന് അത് ധീരമായി അതിനെ നേരിടാനായിട്ട്. ഈ രണ്ട് സംഭവങ്ങൾ, മംഗളവാർത്തയിലെ ധീരതയും ഈ കുരിശിന് നിൽക്കുന്നത് തമ്മിൽ അതിൻ്റെ ബന്ധം ബെനഡിക്ട് മാർപ്പാപ്പ നസ്സറത്തിൽ യേശു എന്ന് പറയുന്ന ഗ്രന്ഥത്രയത്തിൽ 3-ാമത്തെ വോള്യം അതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യം ഞാനത് വായിക്കാം. വളരെ മനോഹരമായ ഒരു വിചിന്തനമാണ്. ലൂക്ക അവതരിപ്പിക്കുന്ന മംഗളവാർത്തയിലെ അന്തിമ വചനം പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ കരുതുന്നു. ഇതാണ് ബെനഡിക്ട് മാർപ്പാപ്പ പറയണേ. അപ്പോൾ മാലാഖ അവളുടെ മുമ്പിൽ നിന്നും മറഞ്ഞു. അതാണ് മംഗളവാർത്തയിലെ അവസാനത്തെ വചനം, ലൂക്കാസ് 1:38. ദൈവത്തിൻ്റെ മാലാഖിയുമായി സന്ധിച്ച ആ മഹത്തായ മണിക്കൂർ, മറിയത്തിൻ്റെ ജീവിതത്തെ അടിമുടി മാറ്റിമറിച്ച ആ മുഹൂർത്തം ഇതാ അവസാനിച്ചിരിക്കുന്നു. മാനുഷികമായ എല്ലാ സാധ്യതകളെയും അതിശയിക്കുന്ന നിയോഗ ദൗത്യവുമായി മറിയം അവിടെ ഏകാഗിയായി തീർന്നു. മാലാഖ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു. അവളുടെ ചുറ്റും ഇപ്പോൾ മാലാഖമാരില്ല, ദേവദൂതന്മാരില്ല. കറുത്തിരണ്ട നിമിഷങ്ങളിലേക്ക് നയിക്കുന്ന പാതയിലൂടെ മറിയം യാത്ര തുടരേണ്ടിയിരിക്കുന്നു. അവളുടെ ഗർഭത്തെക്കുറിച്ച് യോസഫിനുണ്ടാകുന്ന നടുക്കവും ഭീതിയും തുടങ്ങി. യോസഫ് മറിയത്തെ വിവാഹമോചനത്തിലൂടെയാണെങ്കിലും രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്ന ആ നിമിഷത്തിലൂടെ കടന്നുപോയി. ഹെറോദസ് തൻ്റെ കുഞ്ഞിനെ കൊല്ലാനായിട്ട് അന്വേഷിക്കുന്നു. ശിശുവിനെ എടുക്കുക, ശിശുവിൻ്റെ അമ്മയെ എടുക്കുക, ഈജിപ്തിലേക്ക് പോകുക എന്ന് യോസഫിനോട് പറയുന്ന ആ ഭീകരമായ വാർത്ത കേട്ട് പിന്നെ ഈജിപ്തിൽ തിരിച്ചു വരിക. കുഞ്ഞിൻ്റെ ജീവൻ അന്വേഷിക്കുന്നവർ മരിച്ചു കഴിഞ്ഞു. അങ്ങനെ തിരിച്ചു വരുമ്പോൾ കാണുന്നത് ക്രൂരനായ ഒരു ഭരണാധികാരി അർഖലാവോസ്. അപ്പോൾ നസ്രത്തിലേക്ക് പോകുന്നു. അവിടെ വെച്ചിട്ട് കേൾക്കുകയാണ് യേശുവിന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. മർക്കോസ് 3:21, യോഹന്നാൻ 10:20. ഇങ്ങനെയെല്ലാം കടന്നു പോകുന്ന നാട്ടുകാർ കരുതുന്ന നിമിഷങ്ങളിലൂടെ മറിയം കടന്നു പോകേണ്ടിയിരുന്നു. തീർന്നില്ല. കറുത്തിരണ്ട നിഴൽ വീണ കാൽവരുടെ പടവുകൾ കയറുമ്പോൾ അവൾ കാണുന്ന കുരിശിന്റെ രാത്രി വരെ അത് നെടുനീളെ നീണ്ടു കിടക്കുകയാണ്. ഈ പാത, കറുത്തിരണ്ട പാത, ജീവിത പാത. കാണാത്തതും കരുതാത്തതുമായ ഭയാശങ്കകൾ മനസ്സിൽ തീ കോരിയിട്ട് പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളുടെ അത്തരം സന്ദർഭങ്ങളിൽ കൃപ നിറഞ്ഞവളെ ആനന്ദിച്ചാലും എന്നും ഭയപ്പെടേണ്ട എന്നും മാലാഖ പറഞ്ഞ തിരുവചനങ്ങളിലേക്ക് എത്രയോ പ്രാവശ്യം ആന്തരികമായ പുനർവിചാരത്തോടെ മറിയം തിരിഞ്ഞിട്ടുണ്ടാകില്ല. ഓരോ പ്രാവശ്യവും അതിനെക്കുറിച്ച് നവമായി ചിന്തിച്ചിട്ടുണ്ടാകില്ല. മാലാഖ യാത്രയാകുന്നു. മാലാഖയുടെ ദൗത്യം അവസാനിച്ചു. മറിയത്തിൻ്റെ ദൗത്യം അവശേഷിക്കുന്നു. അതോടെ ദൈവമായുള്ള അവളുടെ ആന്തരികമായ അടുപ്പം പക്വത പ്രാപിക്കുന്നു. തൻ്റെ ഹൃദയത്തിൽ അവൾക്ക് കാണാനും സ്പർശിക്കാനും കഴിയുന്ന അടുപ്പമായി അത് വളരുന്നു. സ്വാഭാവികമായിട്ടും മരണത്തിൻ്റെയും രക്തസാക്ഷിത്വത്തിൻ്റെയും മതപീഡനത്തിൻ്റെയും നേതാക്കന്മാരെന്നുള്ള അവഗണനയുടെയും മുൻപിൽ വിശ്വാസം ജീവിക്കാനും ഏറ്റുപറയാനും ഏറ്റവും നല്ല മാതൃകയായിട്ട് മറിയം നിൽക്കുകയാണ്. അവരുടെ എല്ലാം റാണിയാണ് മറിയം, രാജ്ഞിയാണ് മറിയം. കാരണം മംഗളവാർത്തയിൽ അവൾ പറഞ്ഞ വിശ്വാസം, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വചനം എന്നിൽ നിറവേറട്ടെ, അങ്ങയുടെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ. ഇതാണ് മറിയത്തിൻ്റെ അടിസ്ഥാനപരമായ വിശ്വാസ പ്രമാണം. അവളുടെ ജീവിത തത്വം അതാണ്. ഞാൻ കർത്താവിൻ്റെ ദാസിയാണ്, ദൈവത്തിൻ്റെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ. ഈ വിശ്വാസ പ്രഖ്യാപനമാണ് അവളെ വന്ദകന്മാരുടെ രാജ്ഞിയാക്കുന്നത്, വിശ്വാസ സമർത്ഥകരുടെ രാജ്ഞിയാക്കുന്നത്, വിശ്വാസ സംരക്ഷകരുടെ രാജ്ഞിയാക്കുന്നത്. അതിനാൽ വിശ്വാസം ഏറ്റുപറയുന്ന എല്ലാ അപ്പോളജറ്റിക്സിനും, എല്ലാ വന്ദകന്മാർക്കും, എല്ലാ വിശ്വാസ സമർത്ഥകർക്കും, വിശ്വാസ സംരക്ഷകർക്കും രാജ്ഞിയായ മറിയം, ആ മറിയത്തിൻ്റെ മാതൃകയും മറിയത്തിൻ്റെ മാധ്യസ്ഥവും നമുക്ക് കൂടെ ഉണ്ടായിരിക്കട്ടെ. വിശ്വാസം സമർത്ഥിക്കാനും സംരക്ഷിക്കാനും വേണ്ടി വന്നാൽ അതിനുവേണ്ടി മരിക്കാനും നമുക്ക് തയ്യാറാകാം. മറിയം നമ്മെ സഹായിക്കാനുണ്ടാകും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും.
ആമേൻ.